നിലവിലിപ്പോൾ ബിസിനസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ്സിൽ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നോ അല്ലെങ്കിൽ പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നോ അതിനനുസരിച്ച് ബിസിനസ് ഓണർ ഫ്രീ ആയിക്കൊണ്ടേയിരിക്കും. ബിസിനസ് ഓണർക്ക് ബിസിനസ്സിൻ്റെ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കും. ബിസിനസ് ഇറ്റ്സെൽഫ് അത് ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. പ്രൊഡക്റ്റ് ഉണ്ട്, പ്രൊഡക്റ്റ് ഓർ സർവീസ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ കോറായിട്ട് മാർക്കറ്റിംഗ് അതുപോലെ സെയിൽ. അപ്പോൾ ഇതിനൊരു കോർ ഏരിയ ആക്കി എടുത്തു കഴിഞ്ഞാൽ ബാക്കി അക്കൗണ്ട്സ്, ഫിനാൻസ് കാര്യങ്ങൾ ഒരുപാട് സിസ്റ്റംസും ഡിപ്പാർട്ട്മെൻറ്റ്സും അവിടെ ഉണ്ട്. ഇതിനെ മാത്രമാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിന് നമുക്കൊരു കാറായിട്ടൊക്കെ വേണമെങ്കിൽ സങ്കല്പിക്കാം. ഇപ്പോൾ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്, ഇപ്പോൾ നമ്മളെ ഓസ്കോപ്പിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസാണ്. നമ്മൾ ക്ലയൻറ്റിന് വേണ്ട രീതിയിൽ, ക്ലയൻറ്റിൻ്റെ ബിസിനസ്സിന് വേണ്ട രീതിയിൽ നമ്മൾ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹോട്ടലിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ അവിടെ മന്തിയാണ് പ്രൊഡക്റ്റ്. അപ്പോൾ മന്തി ഒരു പ്രൊഡക്റ്റാണ്, സർവീസ് അല്ല. പിന്നെ ഈ ഫർണിച്ചറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവർ ഫർണിച്ചേഴ്സ് ബിൽഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഫർണിച്ചർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതൊരു കോർ ഏരിയ, അവരുടെ ബിസിനസ്സിൻ്റെ കോർ ഫങ്ഷണൽ ഏരിയയിൽ ഒന്ന് മാത്രം ആണ് അത്. പിന്നെ അതേപോലെ മാർക്കറ്റിംഗ്, അതേപോലെ സെയിൽ. അപ്പോൾ മാർക്കറ്റിങ്ങും സെയിലും തമ്മിലുള്ള ഡിഫറൻസ് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് 2-3 വർഷം കഴിഞ്ഞിട്ട്. അതുവരെ നമ്മളെന്താ കരുതുന്നത് വെച്ചാൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഇങ്ങനെ നമ്മൾ പറയാം. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിലേക്ക് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന രീതിയിലൊക്കെ ചെയ്യുന്ന ടീമാണ് നമ്മൾ എന്നുള്ളത് അറിയിച്ചുകൊണ്ടേയിരിക്കുക. ആ ഒരു കാര്യം 100 തവണ അല്ലെങ്കിൽ 100 രീതിയിൽ പറയാന്നുള്ളതാണ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗത്ത്. അപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ഒരിക്കലും നമ്മളെ പറ്റി അറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ മാർക്കറ്റിങ്ങിൽ നമ്മൾ എന്തുണ്ടാവും, കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. ഇത് കണ്ടിട്ട് പല തവണ പല രീതിയിൽ പലയിടത്തു നിന്നായിട്ട് നമ്മളെ പറ്റി അറിഞ്ഞ ഒരു ടാർഗറ്റ് ഓഡിയൻസ് അവർക്കൊരു റിക്വയർമെൻറ്റ് വരുന്ന സമയത്ത് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ കോൺടാക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് വരെ എത്തിക്കുക എന്നുള്ളതാണ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു കോർ ഫങ്ഷനാലിറ്റി ആയിട്ട് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഒരു നീഡായിട്ടുള്ള ഒരാൾ ഒരു എൻക്വയറി വന്നതിന് ശേഷം അതിനെ ക്ലോസ് ചെയ്ത് ബിസിനസ്സിലേക്ക് എത്തിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് സെയിൽസ്. അപ്പോൾ സെയിൽസിൻ്റെ ഭാഗത്തുണ്ടാവുക ഒരു ഒരാൾ വന്നതിന് ശേഷം പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നമ്മളെ ടേംസ്, നമ്മൾ ഈ രീതിയിലാണ് സർവീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റ് ഇതാണ്. ഇപ്പം മന്തിയാണെന്ന് വെച്ചെങ്കിൽ നമുക്കിവിടെ മന്തിയുണ്ട്, അൽഫാം മന്തിയുണ്ട്, മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് പറഞ്ഞ് ഓക്കെ ആക്കിയിട്ട് സാറിന് ഏത് പ്രൊഡക്റ്റാണ് വേണ്ടത്, അപ്പോൾ ഇതാണെന്ന് വെച്ചെങ്കിൽ ഇന്ന ബെനിഫിറ്റാണ് ഉണ്ടാവുക, നമ്മളിപ്പോൾ ഈ രീതിയിൽ മൊബൈൽ ആപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന രീതിയിലാണുള്ള ബെനിഫിറ്റാണ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് പറഞ്ഞ് മനസ്സിലാക്കി ഓൺ ബോർഡ് ചെയ്യുക എന്നുള്ളതാണ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോർ ഫങ്ഷനാലിറ്റി ഉണ്ടാവുക. അപ്പോൾ ഈ 3 ഫങ്ഷനാലിറ്റി മാത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതൊരു കാറായിട്ട് സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ മൂവ് ആവണം. അപ്പം ബിസിനസ് ഓണർ ഇല്ലാതെ തന്നെ ഈ ഒരു സിസ്റ്റം മൂവ് ആയിക്കൊണ്ടിരിക്കണം. അതിലേക്ക് എൻക്വയറീസ് വരണം, എൻക്വയറീസ് വന്ന് അത് സെയിലായി കൺവേർട്ടായി റവന്യൂ മേക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മെഷീനായിട്ട് നമുക്ക് ഈ സിസ്റ്റത്തിനെ മൊത്തത്തിൽ കാണാൻ പറ്റും. അതിന് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി സപ്പോർട്ടിംഗ് ആയിട്ട് ഫിനാൻസ് സിസ്റ്റംസ്, അക്കൗണ്ട് സിസ്റ്റംസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളിപ്പോൾ ഒരു 3-4 വർഷം എടുത്തിട്ടാണ് പല ഏരിയാസും ഇതേപോലെ സിസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുവന്നത്. പിന്നെ നമുക്ക് ഏറ്റവും ഫസ്റ്റിൽ നമുക്ക് വേണ്ടി ഉണ്ടായിരുന്നത് നമുക്ക് നിലവിലുള്ള നമ്മുടെ ഡെവലപ്പേഴ്സിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ സിസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗത്ത് സിസ്റ്റംസ് കൊണ്ടുവരാം, അതുപോലെ സെയിൽസിൻ്റെ ഭാഗത്ത് സിസ്റ്റംസ് കൊണ്ടുവരാം. ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് പല കാര്യങ്ങൾ ട്രൈ ചെയ്ത് പിന്നെ പലതും ഫെയിലായി അത് മാറ്റി പിന്നെ അടുത്ത സിസ്റ്റം കൊണ്ടുവന്നു. പിന്നെ അതിൻ്റെ റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ കാര്യങ്ങൾ ഇങ്ങനെ പല സമയത്തായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ള രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് വീണ്ടും ഇമ്പ്രൂവ് ആക്കി ഇങ്ങനെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഉണ്ടാവാം. അപ്പോൾ ആസ് എ ബിസിനസ് ഓണർ ഇപ്പോൾ ഞാൻ ഞങ്ങളുടെ ടീം വർക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ് ബിസിനസ്സിനെ എങ്ങനെ വളർത്താം, അതിനകത്തുള്ള സംഭവങ്ങൾ അത് വേറെ നമ്മൾ ടീം ചെയ്യുന്നുണ്ട്. ഇപ്പം പുതിയ എന്ത് ടെക്നോളജീസ് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം. ഇപ്പോൾ AI സൊല്യൂഷൻസ് ഒരുപാട് വന്നു, അതെങ്ങനെ ഇവിടെ നമ്മൾ ടീമിന് കൊണ്ടുവരാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ടീം മെമ്പേഴ്സിന് അതെങ്ങനെ ടീച്ച് ചെയ്യാം, അത് അവിടെ നടക്കുന്നുണ്ട്. ആസ് എ ബിസിനസ് ഓണർ നമ്മൾ ടീം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ നമുക്ക് സെയിൽസിൻ്റെ ഭാഗത്തുള്ള സിസ്റ്റം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം. ഇപ്പോൾ നിലവിൽ നമുക്ക് ഇത്രത്തോളം എൻക്വയറീസ് വരുന്നുണ്ട്, ഇപ്പോൾ 100 എൻക്വയറി വരുന്നുണ്ട്, അതിലാകെ 20 എൻക്വയറീസ് മാത്രമേ കൺവേർട്ട് ആവുന്നുള്ളൂ. അത് കൂട്ടാൻ എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിറ്റി എൻക്വയറീസ് വരുത്താൻ എന്ത് ചെയ്യാൻ പറ്റും. ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ നിലവിൽ ഇതാണ് നമ്മൾ ഓൺ ബോർഡിങ് പ്രൊസീജിയർ, അതിനെങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിലവിൽ സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ട്, അതിനെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മളെ ബിസിനസ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാലാണ് ബിസിനസ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക.
അപ്പോൾ ഇപ്പം ഇതൊരു ഓവർവ്യൂ എന്നുള്ള ലെവലിലേക്ക് മാത്രമാണ് സംസാരിച്ചത്. ഇപ്പോൾ സിസ്റ്റം നമ്മൾ ബിസിനസ്സിൻ്റെ അകത്തുള്ള ഒരു കോർ ഫങ്ഷനാലിറ്റിയിൽ ഒതുങ്ങി നിൽക്കുന്നതിൽ നിന്ന് മാറിയിട്ട് ബിസിനസ്സിൻ്റെ മേഖലകൾ ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ ആസ് എ ബിസിനസ് ഓണർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും, അതായത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗത്തും സെയിൽസിൻ്റെ ഭാഗത്തും അതുപോലെ നമ്മൾ ടീം ബിൽഡിങ്ങിൻ്റെ ഭാഗത്ത് ഒക്കെ ഓരോ ഭാഗത്തും നമ്മൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും അതുപോലെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വരും വീഡിയോകളിൽ ഓരോന്നും വേറെ തന്നെ ആക്കിയിട്ട് അങ്ങനെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്ന ധാരണകളും അത് തെറ്റിദ്ധാരണകളാണെന്നുള്ള മനസ്സിലാക്കുന്ന ഒരു പോയിന്റും അത് മനസ്സിലാക്കിയതിന് ശേഷം അതെങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ളതാണ് ഇനി വരുന്ന വീഡിയോസിൽ ഓരോന്നും വേറെ തന്നെ ആയിട്ട്. ഇപ്പം സെയിൽസിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്തു, അതുപോലെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുപോലെ പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ കണ്ട കാര്യങ്ങളിലുള്ള ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കണം. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.